എല്ലാ സ്കൂളുകളിലും ഇതുപോലെ അനന്തമായ സാധ്യതകളുണ്ട്. അവിടെയെല്ലാം ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ അതുപോലെയുള്ള സംഘടനകളെല്ലാം പലതിലുമുണ്ട്. പുതിയതെല്ലാം ഉണ്ടാക്കണം. അവിടെയുള്ള എല്ലാ സാധ്യതകളും ഇതുപോലെ ഉപയോഗിച്ച് കേരളത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളെയും ഇതുപോലെ വളർത്താൻ നമുക്ക് കഴിയണം. ഈ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ കേരളത്തിലെ എല്ലാ സ്കൂളുകളെയും ഹൈടെക് സ്കൂളുകളാക്കുക, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്കൂളുകളാക്കുക എന്നുള്ളതാണ്. ഈ സ്കൂൾ മുൻപേ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് പല ദിക്കിലും പകർത്തപ്പെടും. ഇവിടെ സ്കൂളിൻ്റെ ആധുനികവൽക്കരണം ആണ് നടക്കുന്നത്. ഹൈടെക് സ്കൂളായിട്ട് സ്കൂളിനെ മാറ്റിയെടുക്കുകയാണ്. ആധുനികവൽക്കരണം എല്ലാ മേഖലയിലും നടക്കണം. സ്കൂളിലുള്ള ക്ലാസ്സിലുള്ള ഡിവൈസുകളാണ് ഇപ്പോൾ ആധുനികവൽക്കരിച്ചിട്ടുള്ളത്. പണ്ടത്തെ നമ്മുടെ ബോർഡ്, പണ്ടെല്ലാം നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഒരു സ്ലേറ്റും ഒരു പെൻസിലും കൊണ്ടുപോകാറുള്ളത്, അതെല്ലാം കാലത്തിനനുസരിച്ച് മാറി വരുമ്പോൾ ആ മാറ്റം നമ്മുടെ സ്കൂളിലും പ്രതിഫലിക്കണം. ജനാധിപത്യ ബോധവും സ്കൂളിൽ പ്രതിഫലിക്കണം. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിനകത്ത്, സ്കൂളിനകത്ത് ഒരു ജനാധിപത്യ ബോധമുള്ള ജനത വളർന്നു വരണം. എങ്കിലേ ജനാധിപത്യ സങ്കല്പം മുന്നോട്ട് പോകും. അതിന് ആധുനികവൽക്കരണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ തന്നെ ലൈബ്രറികൾ, അതിനെ ആധുനികവൽക്കരിച്ച് ഈ ലൈബ്രറികളായിട്ട് മാറണം. ടെക്സ്റ്റ് ബുക്കുകൾ, പഴയ ടെക്സ്റ്റ് ബുക്ക് സങ്കല്പം എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടെക്സ്റ്റ് ബുക്കെല്ലാം കടന്നു വരാൻ പോവുകയാണ്. ടെക്സ്റ്റ് ബുക്ക് രംഗത്തും ലൈബ്രറി രംഗത്തും ലബോറട്ടറി രംഗത്തും ക്ലാസ്സിലെ ഡിവൈസുകൾ രംഗത്തും എല്ലാം ഏറ്റവും ആധുനികമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം. അതാണ് ഇന്നത്തെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സ്കൂളിൻ്റെ അവസ്ഥ. അതിലേക്ക് കടക്കുമ്പോൾ ഒറ്റ കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇത് ഡിവൈസുകളുടെ ആധുനികവൽക്കരണമാണ്, ഭൗതിക പശ്ചാത്തലങ്ങളുടെ ആധുനികവൽക്കരണം, അക്കാദമിക് ആധുനികവൽക്കരണം ഉണ്ടാകണം. അധ്യാപകർ ഇപ്പോൾ പണ്ടത്തെ രീതിയിലുള്ള പഠന രീതിയല്ല അനുവർത്തിക്കേണ്ടത് എന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. അതും ഒരു ആധുനികവൽക്കരണമാണ്. പണ്ടെല്ലാം ഞാനും ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം പഠിച്ചത് ടീച്ചർ സെൻറ്റേഡ് എഡ്യൂക്കേഷൻ എന്ന രീതിയിലാണ്. അന്ന് അധ്യാപകനാണ് കേന്ദ്രം. അന്ന് ടെക്സ്റ്റ് ബുക്ക് കയ്യിലുള്ള അധ്യാപകൻ 45 കുട്ടികളുടെ ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ ആ ക്ലാസ്സിനെ ഒരു യൂണിറ്റായി കണ്ടുകൊണ്ട് അധ്യാപകൻ പറഞ്ഞു കൊടുക്കുന്നത് കുട്ടികളുടെ മനസ്സിലെത്തി, അത് മനസ്സിൽ ഉള്ളത് ഓർമ്മയുണ്ടോ എന്ന് പരീക്ഷിച്ച് മാർക്കിട്ട് പരീക്ഷ നടത്തി പോരുന്നൊരു കാലമായിരുന്നു. അത് മാറി. ആ രംഗത്ത് പുതിയ സങ്കല്പങ്ങൾ കടന്നു വരികയാണ്. നല്ല ബോർഡ് മുന്നിലുള്ളത് പോലെ, നല്ല ബുക്ക് നമ്മുടെ മുന്നിലുള്ള പോലെ, നമ്മുടെ ലൈബ്രറി നമ്മുടെ മുന്നിലുള്ളത് പോലെ ആധുനിക രീതിയിലുള്ള പഠന രീതിയും ഉണ്ടാകണം. അത് പുതിയ സങ്കല്പമൊന്നുമല്ല, നിങ്ങൾക്കറിയാം. എങ്കിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്, ചൈൽഡ് സെൻറ്റേഡ് എഡ്യൂക്കേഷനാണ്. ടീച്ചർ സെൻറ്റേഡ് എഡ്യൂക്കേഷൻ അല്ല, ഇന്ന് ചൈൽഡ് സെൻറ്റേഡ് എഡ്യൂക്കേഷനാണ്. ചൈൽഡ് സെൻറ്റേഡ് എഡ്യൂക്കേഷൻ്റെ പ്രത്യേകത ഒരു ക്ലാസ് ഒറ്റ യൂണിറ്റായിട്ടല്ല, മറിച്ച് ഒരു കുട്ടിയാണ് ഒരു യൂണിറ്റ്. ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. ഓരോ കുട്ടിയുടെയും പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് അവനെ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ ആ ക്ലാസ്സിനകത്ത് എല്ലാ കുട്ടികളും ഉന്നത നിലവാരത്തിലേക്ക് ഉയരും. ഒറ്റ യൂണിറ്റ് എന്ന രീതിയിൽ ഒരു പഠന രീതി പ്രയോഗിച്ചാൽ ഒരുപക്ഷെ ചിലർ പാർശ്വവൽക്കരിക്കപ്പെട്ടേക്കാം. പക്ഷേ അത്യന്താധുനിക പഠന രീതി കുട്ടിയെ സെൻറ്റർ ചെയ്തുകൊണ്ട്, കുട്ടിയെ യൂണിറ്റ് ആക്കിക്കൊണ്ട് ടീച്ചർ സെൻറ്റേഡ് എഡ്യൂക്കേഷനിൽ നിന്നും ചൈൽഡ് സെൻറ്റേഡ് എഡ്യൂക്കേഷനിലേക്ക് മാറുക എന്നുള്ളതാണ്. അപ്പോൾ ഡിജിറ്റൽ ബോർഡും അതുപോലെ തന്നെ കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ടാബും അതുപോലെ തന്നെ ടെക്സ്റ്റും ഒക്കെ ഈ ടെക്സ്റ്റായിട്ട് മാറുന്ന അവസ്ഥയ്ക്കൊപ്പം ഈ ആധുനികവൽക്കരണം കൂടി വേണം. അധ്യാപന രീതിയിലുള്ള ആധുനികവൽക്കരണം, അത് ചൈൽഡ് സെൻറ്റേഡ് എഡ്യൂക്കേഷനാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാ മേഖലയിലുമുള്ള ആധുനികവൽക്കരണമാണ് യഥാർത്ഥത്തിൽ സമഗ്രമായിട്ടുള്ള ആധുനികവൽക്കരണം. അതാണ് ഈ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം.